ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ അതുപോലെ തന്നെ കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ നമുക്കറിയാം, NPN ട്രാൻസിസ്റ്റർ. ദിസ് ടെർമിനൽ ഈസ് എമിറ്റർ, ദെൻ ബേസ്, കളക്ടർ. എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് സെക്ഷൻ ഫോർവേഡ് ബയസ് ചെയ്യുന്നു, ഔട്ട്പുട്ട് സെക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിവേഴ്സ് ബയസ് ചെയ്യുന്നു. അപ്പൊ ഇൻപുട്ട് സെക്ഷൻ ഫോർവേഡ് ബയസ് എന്ന് മീനിങ് എന്താ? N2 നെഗറ്റീവ്, ദെൻ P2 പോസിറ്റീവ്, ദെൻ ഔട്ട്പുട്ട് സെക്ഷൻ റിവേഴ്സ് ബയസ് എന്ന് വെച്ചാൽ മീനിങ് എന്താ? N2 പോസിറ്റീവ്, P2 നെഗറ്റീവ്. അപ്പൊ അത് ഓക്കെ. ദെൻ ഇവിടെ നമുക്കറിയാം, ഇൻപുട്ട് സെക്ഷനെ ഫോർവേഡ് ബയസ് ചെയ്യപ്പോൾ N ടൈപ്പിലുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ട് പോയി? ഈ ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്തു. ഇവിടെ വളരെ കുറച്ച് ഹോൾസ് ഉണ്ട്. ദെൻ അതെങ്ങോട്ട് മൂവ് ചെയ്തു? കളക്ടറിലേക്ക് മൂവ് ചെയ്തു. അതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇലക്ട്രോൺസിന്റെ ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടാ? എമിറ്ററിൽ നിന്ന് ബേസിലേക്ക്. അപ്പൊ ഇലക്ട്രോണിന്റെ ഫ്ലോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ്, ഐ ഡയറക്ഷൻ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് എടുത്തു. ദെൻ നമുക്കറിയാം I ഈസ് ഈക്വൽ ടു എന്താണ്? IB പ്ലസ് IC ആണ്. അപ്പൊ I ഈസ് ഈക്വൽ ടു IB പ്ലസ് IC എന്ന് വരണമെന്നുണ്ടെങ്കിൽ IB ഇങ്ങനെ വന്നാലേ പറ്റത്തുള്ളൂ. അതായത് ഇത് എൻറ്ററിങ് ആണ്, ഇത് ലീവിങ് ആണ്. ഇത് ഔട്ട്വേർഡ് ആണെങ്കിൽ ഇത് ഇൻവേർഡ് ആയിരിക്കും. നമുക്കറിയാം കളക്ടറിലും എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഇവിടുന്ന് ഇങ്ങോട്ടാണ്, അല്ലെ? ഇവിടുന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പം കറണ്ടിന്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ്. അപ്പം ഇതാണ് ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. ആരോ എന്ന് പറയുന്നത് ഐയുടെ ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ ആരോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് മാർക്ക് ചെയ്തോണം? ഐയുടെ ഡയറക്ഷൻ വെളിയിലോട്ടാണ്, ഔട്ട്വേർഡ് ആണ്. അപ്പൊ IBയും IC എങ്ങോട്ടാണ്? ഇൻവേർഡ് ആണ്. ഐയുടെ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഔട്ട്വേർഡ് ആയിരിക്കും ആരോ. ദെൻ PNP ട്രാൻസിസ്റ്റർ ആണെങ്കിൽ എന്തായിരിക്കും? ഇൻവേർഡ് ആയിരിക്കും ആരോ. അപ്പൊ ഇത് PNP ട്രാൻസിസ്റ്റർ ആണ്. സെയിം പോലെ തന്നെ ഇൻപുട്ട് സെക്ഷൻ ഫോർവേഡ് ബയസ് ചെയ്തു, ഔട്ട്പുട്ട് സെക്ഷൻ റിവേഴ്സ് ബയസ് ചെയ്തു. നമുക്കറിയാം ഹോൾസ് ആണ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഹോൾസിന്റെ ഡയറക്ഷന് കറസ്പോണ്ടിങ് തന്നെയാണ് എന്ത് ഡയറക്ഷൻ? കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ ഐയും ഇങ്ങോട്ട് തന്നെയാണ്, IC ഇങ്ങോട്ട്, IB താഴേക്ക്. അപ്പോൾ I എന്ന് പറയുന്നതാണ് ഇൻവേർഡ് ആണ്. അപ്പോൾ IBയും IC എന്തായിരിക്കും? ഔട്ട്വേർഡ് ആയിരിക്കും. 3 കോൺഫിഗറേഷൻ ആണ് നമുക്കുള്ളത്: കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ഡിവൈസിനെ നമ്മൾ എന്തിനു യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് 2 ഇൻപുട്ട് ടെർമിനൽസ് വേണം, 2 ഔട്ട്പുട്ട് ടെർമിനൽസ് വേണം. പക്ഷെ ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ആകെ മൊത്തം 3 ടെർമിനൽസേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടെർമിനലിനെ കോമൺ ആക്കി വെച്ചിട്ട്, അപ്പൊ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു കോമൺ ടെർമിനലും മറ്റൊരു ടെർമിനലും, അതേപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ കോമൺ ടെർമിനൽ തന്നെ വീണ്ടും എടുത്തിട്ട് വേറൊരു ടെർമിനലാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മളൊരു ഡിവൈസ് ആയിട്ട് നമുക്കിതിനെ ട്രാൻസിസ്റ്ററിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത് കോമൺ ബേസ് കോൺഫിഗറേഷൻ. നമ്മൾ എന്താ ചെയ്തത്? ട്രാൻസിസ്റ്റർ എടുത്തു. ഇത് ഏത് ട്രാൻസിസ്റ്റർ ആണ്? NPN ആണോ PNP ആണോ? NPN. ഔട്ട്വേർഡ് ആണ് ആരോ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതെന്താണ്? NPN ട്രാൻസിസ്റ്റർ ആണ്. അപ്പം N2 നെഗറ്റീവ്, P2 പോസിറ്റീവ്. ഏത് ബയാസിംഗ് ആണിത്? ഫോർവേഡ് ബയാസിംഗ്. ഔട്ട്പുട്ട് സെക്ഷൻ റിവേഴ്സ് ബയാസിംഗ്, ദാറ്റ് ഈസ് N2 പോസിറ്റീവ്, P2 നെഗറ്റീവ്. ഔട്ട്പുട്ട് സെക്ഷൻ റിവേഴ്സ് ബയാസിംഗും ആക്കി. അപ്പോൾ ഇൻപുട്ടിൽ ഞാൻ എന്ത് കണക്ട് ചെയ്തു? ഒരു സോഴ്സ് കണക്ട് ചെയ്തു. ഔട്ട്പുട്ടിൽ ഞാൻ എന്ത് കണക്ട് ചെയ്തു? ഒരു ലോഡ് റെസിസ്റ്ററെ കണക്ട് ചെയ്തു. അപ്പം ഇത് കോമൺ ബേസ് കണക്ഷൻ ആണ്. അപ്പോൾ ഇതാണ് ഇൻപുട്ട് റീജിയൻ, ഇതാണ് ഔട്ട്പുട്ട് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് സെക്ഷൻ ഫോർവേഡ് ബയസ് ചെയ്തു, ഔട്ട്പുട്ട് സെക്ഷനെ ഞാൻ റിവേഴ്സ് ബയസ് ചെയ്തു. ഇൻപുട്ടിലെ വോൾട്ടേജ് സോഴ്സിന് VE എന്ന് മാർക്ക് ചെയ്തു, ഔട്ട്പുട്ടിലെ വോൾട്ടേജ് സോഴ്സിന് VCC എന്ന് മാർക്ക് ചെയ്തു. ദെൻ കറണ്ടിന്റെ ഡയറക്ഷൻ നമുക്കറിയാം, ഈ ആരോന് കറസ്പോണ്ടിങ് ആയിട്ട് I മാർക്ക് ചെയ്യുക. ദെൻ IB IC എന്തായിരിക്കും? അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് ഔട്ട്വേർഡ് ആയതുകൊണ്ട് മറ്റു രണ്ടും എന്തായിരിക്കും? ഇൻവേർഡ് ആയിരിക്കും. ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. എന്താണ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോരം ആംപ്ലിഫൈ ചെയ്തു? ഇവിടെ എത്ര ആംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെ മനസ്സിലാകുന്നത്? ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ഔട്ട്പുട്ടിലെ കറണ്ട് എന്താണ്? IC. ഇൻപുട്ടിലെ കറണ്ട് എന്താണ്? IB. അപ്പം IC by I, that is change in output current to change in input current, that is delta IC by delta I. പക്ഷെ ഒരു കാര്യം കോൺസ്റ്റന്റ് ആക്കി വെക്കണം, ഔട്ട്പുട്ടിലെ വോൾട്ടേജിന് എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ആക്കി വെക്കണം. ദാറ്റ് ഈസ് VCB ഈസ് മെയ്ഡ് കോൺസ്റ്റന്റ്. ദെൻ നമുക്കറിയാം I എന്നുള്ളതാണ്, നമ്മൾ ഈ ഡയറക്ഷൻ വിട്ട് വെക്കുക. പക്ഷെ I എന്നുള്ള കറണ്ട് വന്നിട്ട് കുറച്ച് ഭാഗം എന്ത് ചെയ്തു? ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്തിട്ട് നേരെ കളക്ടറിലേക്ക് ചെന്നു. അപ്പം 5% പോയി. അപ്പൊ IC ഇങ്ങോട്ട് ചെന്നു. അപ്പൊ അറൌണ്ട് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആയിരിക്കും. ദാറ്റ് ഈസ് 0.9 ആയിരിക്കും. നമ്മൾ ചില കേസസ് നമുക്ക് പറയാൻ പറ്റും ദിസ് IB കറണ്ട് ഈസ് നെഗ്ലിജിബിൾ. കാരണം അവിടെ കുറച്ച് ഹോൾസ് അല്ലേ ഉള്ളൂ. അപ്പൊ കുറച്ച് ഹോൾസ് ആയിട്ടല്ല റീകമ്പൈൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഓൾമോസ്റ്റ്
ഐ എന്ന് പറയുന്നത് കറണ്ട് മുഴുവൻ എങ്ങോട്ട് ഒഴുകുന്നുണ്ട്? കളക്ടറിലേക്ക് ഒഴുകുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കറണ്ടും എങ്ങോട്ട് ഒഴുകുന്നുണ്ട്? കളക്ടറിലേക്ക് ഒഴുകുന്നുണ്ട്. ദാറ്റ് ഈസ് ഐ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ സി ആണ്. അതിന്റെ വാല്യൂ ആണ് 0.99 ഒക്കെ അതിന്റെ വാല്യൂ വരും. ദെൻ എക്സ്പ്രഷൻ ഫോർ കളക്ടർ കറണ്ട്. നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇതൊരു ആംപ്ലിഫയർ ആണെന്ന് വിചാരിക്കുക. ഇതൊരു ട്രാൻസിസ്റ്ററിനെ നമ്മൾ ഒരു ആംപ്ലിഫയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഐ എന്നുള്ള ഇൻപുട്ട് കറണ്ട് ആണെന്ന് വിചാരിക്കുക, ഔട്ട്പുട്ട് കറണ്ട് ഐ സി. നിങ്ങൾ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. ഔട്ട്വേർഡും ഇൻവേർഡും കാണിച്ചേക്കുന്നത്. നിങ്ങളിപ്പോൾ ഐ എന്നുള്ള കറണ്ട് ഇവിടെ വരുന്നു എന്ന് വിചാരിക്കുക. ഈ ട്രാൻസിസ്റ്റർ എന്താ ചെയ്യുന്നത്? ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ട് ചെല്ലുന്നു. അപ്പൊ ഇതിനെ ആംപ്ലിഫൈ ചെയ്യാന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഈ ഐ എന്നുള്ളതിനെ ഈ ഒരു ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് ചെല്ലുന്നു. ദാറ്റ് ഈസ് ഐ സി ഇസ് ഈക്വൽ ടു എന്താണ്? ആൽഫ ഇൻറ്റു ഐ. കാരണം ആൽഫ എന്നുള്ളതാണ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ദാറ്റ് ഈസ് ഐ സി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് മനസ്സിലായി? ആൽഫ ഇൻറ്റു ഐ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോർഷൻ ഓക്കെയാണ്. ആൽഫ ഐ കളക്ടർ കറണ്ടിന്റെ അകത്ത് എന്തുണ്ട്? ആൽഫ ഐ എന്നൊരു പോർഷൻ ഉണ്ട്. രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ഈ കളക്ടർ ബേസ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിങ് അല്ലേ? അപ്പൊ അത് കാരണം അവിടെ ഒരു മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കാരണം അവിടെ ഒരു കറണ്ട് ഉണ്ടാകുന്നുണ്ട്. അതൊരു ലീക്കേജ് കറണ്ട് എന്ന് നമുക്ക് വിളിക്കാം, അല്ലെ റിവേഴ്സ് കറണ്ട് എന്ന് വിളിക്കാം. ആ കറണ്ടാണ് ICBO എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാല് ഈ ലീക്കേജ് കറണ്ട് മാത്രം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ടിലെ ഫോർവേഡ് ബയാസിങ് നമ്മൾ ഒഴിവാക്കണം. അപ്പൊ ഇൻപുട്ടിലെ ഫോർവേഡ് ബയാസിങ് നമ്മൾ ഒഴിവാക്കി. അപ്പൊ ഔട്ട്പുട്ടിലെ റിവേഴ്സ് ബയാസിങ് മാത്രം നമ്മൾ എടുത്തു. അപ്പൊ ഔട്ട്പുട്ടിലെ റിവേഴ്സ് ബയാസിങ് മാത്രം എടുക്കുമ്പോൾ എമിറ്ററിനെ ഞാൻ എന്ത് ചെയ്യണം? ഫോർവേഡ് ബയാസിങ് നിർത്തണമെങ്കിൽ ഈ സെക്ഷൻ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്ത് വെക്കണം. അപ്പൊ കളക്ടർ ടു ബേസ് കറണ്ട് വിത്ത് എമിറ്റർ ഓപ്പൺ, അതാണ് എന്ത്? ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി? കളക്ടർ കറണ്ടിന് രണ്ട് പാർട്ട് ഉണ്ട്. ഒന്ന് ആൽഫ ഐ, അത് ഓക്കെ. ദെൻ ലീക്കേജ് കറണ്ട്. ലീക്കേജ് കറണ്ടിന് വിളിക്കുന്ന പേരാണ് കളക്ടർ ടു ബേസ് കറണ്ട് വിത്ത് എമിറ്റർ ഓപ്പൺ, ICBO എന്ന് കൊടുത്തു. ദെൻ നമുക്കറിയാം I is equal to IC plus IB എന്നറിയാമല്ലോ. അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ IC is equal to ആൽഫ ഇൻറ്റു IC plus IB plus ICBO എന്ന് കൊടുത്തു. ആൽഫ IC പ്ലസ് ആൽഫ IB പ്ലസ് ICBO എന്ന് കിട്ടി. ദെൻ IC എന്നുള്ളത് ഇങ്ങോട്ട് ഈ ആൽഫ ICനെയും കൂടി ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നപ്പോൾ എന്തായി? IC ഇൻറ്റു 1 മൈനസ് ആൽഫ എന്നായി. അപ്പം IC is equal to ഇക്വേഷൻ എന്ത് കിട്ടി? ആൽഫ ബൈ 1 മൈനസ് ആൽഫ IB പ്ലസ് ICBO ബൈ 1 മൈനസ് ആൽഫ. അപ്പൊ ICനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണ്? ബേസ് കറണ്ട്. മറ്റൊരു പാർട്ട് എന്താണ്? എമിറ്റർ കറണ്ട്. അപ്പൊ എമിറ്റർ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ബേസ് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളക്ടർ കറണ്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. വാട്ട് ഈസ് ICBO? കളക്ടർ ടു ബേസ് കറണ്ട് വിത്ത് എമിറ്റർ ഓപ്പൺ. Okay, thank you. We will discuss more about the collector common emitter configuration, then common base characteristics in the next class. So thank you. Stay happy. Bye.